നമുക്ക് ആദ്യമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചന മുമ്പിലിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ എല്ലാവരും കർത്താവ് സംസാരിക്കുന്ന കർത്താവെ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനട്ടെ സ്തോത്ര യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാറയെ പറ്റിയാണ്. അപ്പോൾ സാറ, അബ്രഹാമിൻ്റെ വൈഫ് സാറയെ പറ്റിയാണ്. അപ്പോൾ സാറയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാറയെ പറ്റി ആദ്യമേ മെൻഷൻ ചെയ്യുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ്. ജെനസിസ് ചാപ്റ്റർ 12-ലാണ് സാറയെ പറ്റി ആദ്യമേ പറയുന്നത്. അപ്പോൾ അവർ ആദ്യം ജീവിച്ചുകൊണ്ടിരുന്നത് ഊർ എന്ന ദേശത്തായിരുന്നു. അവിടെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. സാറയുടെ ഒരു പുറകോട്ടുള്ള കുടുംബത്തെ പറ്റി, പാരമ്പര്യത്തെ പറ്റി ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്, സാറയും അബ്രഹാമിനെയും ദൈവം വിളിക്കുമ്പോൾ, ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകാനെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ആ സമയത്ത് അബ്രഹാമിന് 75 വയസ്സും സാറായിക്ക് 65 വയസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിക്കും, ഈ 65 വർഷവും ചിലപ്പോൾ താൻ ഒരു പക്ഷേ ഈ ഊർ എന്നുള്ള ദേശത്തായിരുന്നു താൻ ഒരു പക്ഷെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ, കുടുംബമായിട്ട് അവരെ ദൈവം വിളിച്ചപ്പോൾ, സാറയ്ക്ക് പോകുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഓരോരുത്തരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 50-60 വയസ്സൊക്കെ ആയി നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് മാറി താമസിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു മടിയായിരിക്കും. നമ്മൾ ഇത്രയും വർഷം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി വേറൊരു സ്ഥലത്തേക്ക്, നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക്, നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പം നമ്മൾക്ക് ഉള്ളിലുള്ള ഒരു മടി ഉറപ്പായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആ ഒരു മടി ഫീൽ ചെയ്യും. പക്ഷെ സാറയുടെ കാര്യം നോക്കുമ്പോൾ സാറയ്ക്ക് ആ മടിയൊന്നും ഫീൽ ചെയ്തില്ല. എബ്രഹാം അത് പറഞ്ഞപ്പോൾ അങ്ങ് ഓക്കെ പറഞ്ഞ് യാത്ര സ്റ്റാർട്ട് ചെയ്യാനും ചെയ്തു. അതിലും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, സ്ഥലം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ദൈവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ശരിക്കും പറഞ്ഞാൽ ആ മനസ്സിൽ വരേണ്ടതാണ്. പക്ഷെ ഇല്ല, ദൈവം വിളിച്ചതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല, ദൈവമല്ല ഇത്ര ഇനിയും ദൈവം മുന്നോട്ട് നടത്തിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ അവർ യാത്ര ചെയ്ത് പോയത്. ഇപ്പൊ നമ്മളൊക്കെയാണ് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുന്നെങ്കിലും നമ്മൾ പല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഞാൻ 2019 ഞാൻ ബാംഗ്ലൂരിലോട്ട് മാറിയ സമയത്ത്, ആ സമയത്ത് ഞാൻ അവിടെ അന്വേഷിച്ചു, എവിടെയാണ് ആദ്യം താമസിക്കേണ്ടതെന്നുള്ളതെല്ലാം അന്വേഷിച്ചു, ചർച്ച എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ചു. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. അതുപോലല്ല സാറയുടെ സമയത്ത് സാറ അബ്രഹാമും ചെയ്തത്. അവർ എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. നമുക്കിപ്പോൾ ഉള്ള പോലെ വണ്ടി ഒന്നും സമയത്ത് ഉണ്ടായിരുന്നില്ല, GPS ഇല്ല, നാവിഗേഷൻ ഇല്ല, ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ദൈവം പറയുന്നിടത്തോട്ട് അങ്ങോട്ട് പോകുന്നു. ദൈവം ഡയറക്ഷൻ പറയും. പോകുന്ന സമയത്ത് ദൈവം ഡയറക്ഷൻ പറയും, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകരുത്, എങ്ങോട്ട് തിരിയരുത് എന്നൊക്കെ ദൈവം കൃത്യമായിട്ട് പറയും. അത് മാത്രം കേട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന വിശ്വാസം ശരിക്കും അത് നമുക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് സാറയുടെ ആ ഫെയ്ത്ത്, അത് ശരിക്കും നമുക്ക് ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആ ഒരു വിശ്വാസം, അത് ശരിക്കും നമുക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾക്ക് പോലും പലപ്പോഴും ഈ ഒരു രീതിയിൽ സാറ വിശ്വസിക്കാൻ നമുക്ക് പോലും പറ്റത്തില്ല. നമ്മൾക്ക് പോലും ചിലപ്പോൾ ഭയങ്കര ഡൗട്ട് ആയിരിക്കും. ദൈവപുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഡൗട്ട് ആയിരിക്കും, എങ്ങനെ നമ്മൾ പോകും, അവിടെ പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന സ്ഥലം കൂടാണ്, പിന്നെ പറയണ്ടല്ലോ, നമുക്ക് വെപ്രാളമായിരിക്കും. ഇനി അവിടെ പോയിട്ട് നമ്മൾ ആരോട് എന്തോ ചോദിക്കും, ആര് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും വരും. പക്ഷെ ഇവിടേക്ക് നോക്കുമ്പോൾ, ഈ 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവർക്ക് ആർക്കും ആ ഒരു വെപ്രാളമോ ആ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം 3-ാം വാക്യം വരെ, 12-ന്റെ 1 തൊട്ട് 3 വരെ വാക്യം ദൈവം പറയുകയാണ് ചെയ്ത്. 4-ാമത്തെ വാക്യം കാണുമ്പോൾ അവിടെ യഹോവ തന്നോട് കൽപ്പിച്ചുവല്ല അബ്രഹാം പുറപ്പെട്ടു. ആരോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല, നേരെ ദൈവം പറഞ്ഞു, അത് അതുപോലെ തന്നെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം, അത് ശരിക്കും നമുക്ക് വലിയൊരു എക്സാമ്പിൾ ആണത്. അതുകൊണ്ട് സാറയുടെ വിശ്വാസം, കണ്ണും അടച്ചും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തുവാനായിട്ട്
ശരിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സാറയുടെ മറ്റൊരു ക്വാളിറ്റി എന്നുള്ളത്, താൻ അബ്രഹാമിനോട് ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, താൻ വിശ്വസ്തത പുലർത്തിയിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, സാറ അവർ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് ഫറവോൻ സാറ സുന്ദരി എന്ന് കണ്ടപ്പോൾ ഫറവോൻ സാറയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതുപോലെ നമ്മൾ പിന്നീട് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ പിന്നീട് അബിമേലെക്ക് എന്ന വ്യക്തി, അവിടുത്തെ രാജാവ്, അബിമേലെക്ക് എന്ന രാജാവ്, അദ്ദേഹവും സാറയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സാറ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ 65 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സ് ആ റേഞ്ച് വയസ്സിലാണ് ഇവര് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം അതൊക്കെ പറയുന്നത് അത്ര പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എങ്കിൽ പോലും സാറ ഭയങ്കര സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജാക്കന്മാർ ഇവർ രണ്ടുപേരും സാറയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ സാറയുടെ സ്വഭാവം എന്നുള്ളത്, സാറ തന്റെ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിൽ താൻ വളരെ വിശ്വസ്തമായിട്ട് താൻ അവിടെ നിന്നു. ദൈവം പ്രൊട്ടക്ട് ചെയ്തിരുന്നു, അത് ശരിയാണ്. അബിമേലെക്കിനോട് ദൈവം വെളിപ്പെട്ട് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്തതെന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. എന്നാൽ പോലും ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, എന്നാൽ പോലും സാറയുടെ ഭാഗത്തു നിന്നും കൂടെ സാറ അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിൽ താൻ വളരെ വിശ്വസ്തയായിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പൗസുമായിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അബ്രഹാം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്നിട്ടുണ്ടെങ്കിൽ പോലും സാറ ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിരുന്നു അബ്രഹാമിനോട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വിശ്വാസികളാണ്, നമ്മൾ ആ തെറ്റൊന്നും ചെയ്യത്തില്ല. എന്നാൽ പോലും നമുക്കും കൂടെ സാറിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പൗസുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം. അതുപോലെ സാറയുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ലിമിറ്റ് നമ്മൾ കാണുന്നത് ജെനസിസ് 16 അവിടെ തനിക്ക് ആ കുട്ടികൾ ഉണ്ടാകുവാനായിട്ട്, തനിക്ക് മകനെ ലഭിക്കുവാനായിട്ട് തനിക്ക് ഒരുപാട് വർഷം തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണുന്നുണ്ട്. കാരണം 16 അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശരിക്കും സാറയുടെ ആ ക്ഷമ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം ഒരുപാട് വർഷം താൻ കാത്തിരുന്നു തനിക്ക് ഒരു മകനെ കിട്ടുവാനായിട്ട്. പക്ഷെ ദൈവം പറഞ്ഞിട്ടും താൻ 10-11 വർഷം താൻ അവിടെ കാത്തിരുന്നു. താൻ ക്ഷമയോടെ താൻ അതിനായിട്ട് കാത്തിരുന്നു. പക്ഷെ താൻ അവിടെ കാത്തിരുന്ന ഒടുവിൽ തനിക്ക് ആ ഒരു 11 വർഷം കഴിഞ്ഞപ്പോൾ താൻ ക്ഷമ നശിച്ച് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ ദൈവത്തിൽ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ദൈവം ഉടനെ തന്നെ ആൻസർ എടുത്തില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ ഇതുപോലെ 11 വർഷം, ചിലപ്പോൾ 15 വർഷം, 20 വർഷം, എത്ര വർഷം വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കും നമ്മൾ നിർത്താതെ, നമ്മൾ ക്ഷമ നശിക്കാതെ നിർത്താതെ നമ്മൾ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് അതിനുവേണ്ടി ചോദിക്കണം എന്നുള്ള ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ സാറയ്ക്ക് പറ്റിയുള്ള വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആ ക്ഷമ നശിച്ചു. താൻ ഇത്രയും നാൾ താൻ കാത്തിരുന്നു. താൻ പ്രായം കൂടി വരികയാണ്. പിന്നെ പ്രഗ്നന്റ് ആകുന്ന ചാൻസസും ഈ ഒരു അവസ്ഥ എടുക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അപ്പം അതും എല്ലാം കൂടെ ഓർത്തെടുത്ത് തന്റെ ആ ക്ഷമ ഈ ഒരു പോയിന്റിലെത്തി, ഈ 16 അധ്യായത്തിലേക്ക് തന്റെ ആ ഒരു ക്ഷമ അവിടെ ആ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ട ഇടയായി തീർന്നു. പക്ഷെ താൻ ഒരു കാര്യം ചിന്തിച്ച്, ദൈവം പറഞ്ഞ അബ്രഹാമിന് സന്തതിയെ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ തന്നിലൂടെ തന്നെ സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ല, അബ്രഹാമിന് സന്തതി കൊടുക്കുന്നേ പറഞ്ഞു. അപ്പൊ വിചാരിച്ചു ഓക്കെ, എന്നാ പിന്നെ ഹാഗറിനെ കിടന്നു, ഹാഗറിലൂടെയെങ്കിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് അങ്ങനെയെങ്കിലും ആ സന്തതിയെ കാണാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അവിടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തെ സ്വന്തം ബുദ്ധിയിൽ ദൈവം ചെയ്യേണ്ട പ്രവൃത്തിയെ ഈസി ആക്കി കൊടുക്കുക ചെയ്തത്. ദൈവം ചെയ്യുന്നതിന് പകരം സാറയുടെ ബുദ്ധിയിൽ ഇതുപോലെ ഹാഗറിനെ കൊടുത്തു ഒരു കുട്ടിയെ എടുത്തോണ്ടിരുന്നു. അങ്ങനെ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ നോക്കി. പക്ഷെ അതിലൂടെ തനിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. കാരണം ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രസവിക്കാതിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നില്ലെങ്കിൽ അവരുടെ
ഹസ്ബൻഡിന്റെ ഇപ്പൊ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരൊക്കെ വളരെ മോശമായിട്ടൊക്കെയാണ് ചിലപ്പം പെരുമാറും. ചിലപ്പോൾ ചില ഹസ്ബൻഡ്സിന് അവരുടെ വൈഫിന് ഇഷ്ടപ്പെടത്തുമില്ല. അപ്പം അങ്ങനെ പല ബുദ്ധിമുട്ടും ഇതുപോലെ പ്രഗ്നന്റ് ആകാത്ത വയസ്സായിട്ടുള്ളവർക്ക് അങ്ങനെ പല ബുദ്ധിമുട്ടും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ സാറയ്ക്കുണ്ടായ പ്രശ്നം നോക്കുമ്പോൾ അവിടെ സാറ കൊടുത്ത ഹാഗാറിലൂടെ അബ്രഹാമിന് പുതിയൊരു മകനെ ലഭിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ ഈ ഹാഗാറിലൂടെ തനിക്കൊരു പുച്ഛം എന്നുള്ള പുച്ഛത്തിന്റെ ആ മനോഭാവം തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ സാറ ഒരുപക്ഷെ റിഗ്രറ്റ് ചെയ്താണ്, ദൈവം ഏത് സമയത്താണ് എനിക്ക് ഇത് ചെയ്യാൻ തോന്നിയത് എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ആ സമയത്ത് സാറയുടെ മനസ്സിൽ വന്നു കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ദൈവത്തിന് നമ്മൾ ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് എടുത്ത ആ കാര്യം അതങ്ങ് ചെയ്യാൻ നോക്കരുത് എന്നുള്ള കാര്യം. കാരണം ദൈവം എല്ലാം അറിയുന്ന ഒരാളാണ് ദൈവം എന്നുള്ളത്. നമ്മൾക്കാണെങ്കിൽ നമുക്ക് പരിമിതമായിട്ടുള്ള നോളജ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാം, നമ്മൾക്ക് ദൈവത്തിന് ഇതൊന്നും അറിയത്തില്ല, നമ്മളെ ബുദ്ധി നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല, നമുക്ക് പല കാര്യങ്ങളും അറിയാം, ദൈവത്തിന് ഇതൊന്നും അറിയാൻ ചിലപ്പം ദൈവമൊക്കെ ചെയ്യുമോ, നമ്മളുടെ ബുദ്ധി തോന്നുന്ന ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നമുക്ക് നല്ല തോന്നുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യരുത്. കാരണം ദൈവമാണ് എല്ലാം അറിയുന്ന ദൈവം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പേരെന്തെന്ന് അറിയുന്ന ദൈവമാണ്. നമ്മളുടെ തലയിൽ മുടി എത്ര ഉണ്ടെന്ന് അറിയാവുന്ന ദൈവമാണ്. നമ്മൾ എപ്പോൾ ജനിക്കും, എപ്പോൾ മരിക്കും, ഏത് സെക്കൻഡിൽ മരിക്കും എന്നെല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളത്, നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അപ്പോൾ ഈ ദൈവത്തിന്റെ നോളജിന്റെ മുമ്പിൽ നമ്മളങ്ങ് ഒന്നുമല്ല. നമ്മൾ ആലോചിക്കുന്ന നല്ലതെന്ന് നമുക്ക് കരുതുന്ന പ്ലാൻ ഒന്നും അതിന് മുന്നിലൊന്നും ഒന്നുമല്ല. ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരിക്കലും നമ്മുടെ പ്ലാൻ ദൈവത്തിന്റെ പ്ലാനിനിടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലാൻ ദൈവത്തിന്റെ പ്ലാൻ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോയിരിക്കും. പക്ഷെ നമ്മുടെ പ്ലാൻ അതിനിടയിൽ കയറ്റി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കോൺസിക്വൻസ് നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വരും. അത് സാറയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ആ കോൺസിക്വൻസ് അവർ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഹാഗറുടെ ഇസ്മായിലിന്റെ വംശപാരമ്പര്യത്തിൽ വന്നവരാണ് ഇപ്പോഴത്തെ അറബ് നേഷനിലുള്ളവരൊക്കെ, അറബികളൊക്കെ. നമുക്കറിയാലോ അവരും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ചേർച്ചയില്ലായ്മയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിന്റെ അന്ന് ചെയ്ത തെറ്റ്, അപ്പൊ സാറയൊക്കെ ജീവിച്ചിട്ടുന്ന 2000 BC അപ്പൊ അന്ന് ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്ത് അപ്പൊ ഇന്ന് അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ പ്ലാനിനിടയിലേക്ക് നമ്മൾ നമ്മുടെ പ്ലാൻ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള കോൺസിക്വൻസ്, അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ചില സമയത്ത് അതുപോലെ ചില ആ ഒരു കോൺസിക്വൻസ് നമ്മൾ വർഷങ്ങളോളം ചിലപ്പോൾ ലോങ് ടേമിൽ നമുക്കത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒടുവിൽ ദൈവം ഒടുവിൽ പ്രോമിസ് കൊടുക്കുന്നത് 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം അവിടെ സാറായിക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. അവിടെ ദൈവം സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. സാറയിലൂടെ തനിക്കൊരു മകനെ തരും എന്നുള്ള ഒരു പ്രോമിസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാമിന് അപ്പോൾ 99 വയസ്സായി. ഈ ഒരു പ്രോമിസ് ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായി. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് ദൈവം അവിടെ പ്രോമിസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മനുഷ്യന്റെ ചിന്തയിൽ, അല്ല അബ്രഹാമിന് ചിന്തിക്കാം, സാറായിക്കും ചിന്തിക്കാം, അവരുടെയൊക്കെ ചിന്തയില് അവരുടെയൊക്കെ മാനുഷ്യമായിട്ട് ചിന്തിക്കാൻ ഒട്ടും നടക്കാത്ത ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അവിടെ പിന്നെ അബ്രഹാമിന് പോലും അത് അങ്ങോട്ട് ഒരു വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇത് പറ്റുന്നത്, ഇത്രയും വയസ്സായില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല വാർദ്ധക്യത്തിൽ ഇരിക്കാനുണ്ട്. സാറേ ഓൾമോസ്റ്റ് 90 years ഓൾഡായി. അപ്പോഴും നമുക്കറിയാമല്ലോ 90 years ഓൾഡ് ആകുമ്പോൾ നമ്മളൊരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാമല്ലോ. തീരെ വീക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ 90 വയസ്സുള്ള വ്യക്തി എന്ന് പറയുന്നത്.
അറ്റ്ലീസ്റ്റ് ഈ സമയത്തൊക്കെ. ആ സമയത്തൊക്കെ പിന്നെ ഹെൽത്തി ആയിരുന്നേക്കും. പക്ഷെ അത്ര വയസ്സുള്ളപ്പോൾ ഇതൊരു ഉണ്ടാകുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാത്ത ഒരു കാര്യം മനുഷ്യന്മായിട്ട് ചിന്തിക്കുമ്പോൾ. പക്ഷെ ദൈവം ആ ഒരു പ്രോമിസ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. പക്ഷെ അവർ ചെയ്തത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളിൽ അവരുടെ മനസ്സിൽ ചിന്ത വന്നു എങ്കിൽ കൂടി അവർ ഒടുവിൽ ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം പറയുന്നത് ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാറില്ല. നമ്മളുടെ മുമ്പിൽ വലിയ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അത് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇതിൽ നിന്നും കരകയറും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്നത്. പക്ഷേ ദൈവം അവിടെ പറഞ്ഞൊരു കാര്യം എന്നുള്ളത്, ഈ 99ാമത്തെ വയസ്സിൽ പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്തത്. സാറയിലൂടെ തന്നെ 90ാമത്തെ വയസ്സിൽ സാറയിലൂടെ തന്നെ ആ ഒരു മകനെ കൊടുക്കുന്ന പ്രോമിസ്. പക്ഷെ അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാറയ്ക്ക് അത്രമാത്രം വിശ്വാസം ആ സമയത്ത് വന്നില്ലെങ്കിൽ പോലും അബ്രഹാമിന് അതങ്ങ് വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് സാറയുടെ അബ്രഹാമിന്റെയും രണ്ടുപേരുടെയും കൂടെ ഒരു ക്വാളിറ്റി പറയുമ്പോൾ അവർക്ക് അതിഥി സൽക്കാരത്തിന്റെ ക്വാളിറ്റി അത് വളരെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് അതിഥി സൽക്കാരം കാണിക്കുന്നതും ഈ ജെനസിസ് 18 18ാം അധ്യായത്തിലാണ് അതിഥി സൽക്കാരത്തെ പറ്റി കാണിക്കുന്നത്. അവിടെ ആ 3 വിസിറ്റേഴ്സ് വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന വിധം നോക്കുവാണെങ്കിൽ നിർബന്ധിച്ച് ഫുഡിന് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് പാല് കൊടുക്കുന്നു, അതുപോലെ തന്നെ തൈര് കൊടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കാഫിന്, ഒരു പശുവിന്റെ കാളക്കുട്ടിയെ കറി വെച്ചു, ഇതിനെ വരെ എല്ലാ ഫുഡൊക്കെ നല്ല സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെ കാണുന്ന അവരുടെ ക്വാളിറ്റി എന്നുള്ളത്, അബ്രഹാമിന്റെ കാര്യം, അബ്രഹാം ആ സമയത്ത് ഭയങ്കര റിച്ചാണ്. ഈ ഒരു ദൈവം പറയുന്നത് കേട്ട് താൻ അവിടെ തന്റെ ഊരെന്നുള്ള ദേശത്ത് താൻ അവിടെ ഇറങ്ങി താൻ യാത്ര ചെയ്ത് താൻ കനാൻ ദേശത്ത് താൻ കൂടാരം അടിച്ച് താൻ അവിടെ താമസിക്കുകയായിരുന്നു. ആ സമയത്തും ദൈവം തന്നെ അനുഗ്രഹിച്ച് തനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായി. തനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായി എങ്കിൽ കൂടി ഈ 3 വ്യക്തികൾ വന്നപ്പോൾ താൻ അവരെ വീട്ടിനകത്തേക്ക് സ്വീകരിച്ചപ്പോൾ ഈ കയറ്റിയ 3 വ്യക്തികൾ തന്നെക്കാളും വലുതാണെന്നുള്ള ഒരു രീതിയിൽ വലുതാക്കി തന്നെയാണ് താൻ അവരെ ട്രീറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വീട്ടിൽ വന്ന വ്യക്തികളെ അവര് താൻ റിച്ചാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്തയല്ല തനിക്കുണ്ടായിരുന്നു. തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് താൻ അവരെ ട്രീറ്റ് ചെയ്തു. ആ വന്നവരെ തന്നെക്കാളും വലുതാണെന്ന് താൻ മനസ്സിലാക്കി താൻ അവരെ ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിഥി സൽക്കാരം ചെയ്യുന്ന കാര്യം വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തിയെ നമ്മളെക്കാളും വലുതാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കി അവർ ആ ഒരു രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം വളരെ നല്ലൊരു എക്സാമ്പിൾ, അതിഥി സൽക്കാരം ചെയ്യുന്നതിൽ വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു ഇവർ രണ്ടുപേരും. അവരെക്കാളും അത്രക്ക് സമ്പത്തുള്ള വ്യക്തികളൊക്കെ ആയിരുന്നു എങ്കിൽ കൂടി അവർ ഈ 3 പേരെ അവരെക്കാളും വലിയവരെന്ന രീതിയിലാണ് അവരോട് പെരുമാറിയത്, അവരെ സൽക്കരിച്ചത്. അതുകൊണ്ട് അത് നമുക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. പിന്നീടുള്ള കാര്യം, നമ്മളുടെ മനസ്സ് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടെ നമ്മളുടെ മനസ്സ് ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് ഈ 18ാം അധ്യായത്തിൽ തന്നെ ഈ 3 വിസിറ്റേഴ്സ് അവരും ഈ കാര്യം തന്നെ പറയും. സാറ ഇങ്ങനെ പ്രസവിക്കുന്ന കാര്യം പറയുമ്പോൾ അപ്പോൾ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. അത് 12ാം വാക്യത്തില് കാണുന്നുണ്ട്. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖബോധം ഉണ്ടാകുമോ, എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കാര്യം നടക്കത്തില്ല എന്ന് താൻ ഉള്ളില് ഇതെങ്ങനെ നടക്കുന്നത് തന്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് താൻ അവിടെ പറഞ്ഞു. പക്ഷെ അത് അവിടെ നിന്ന് വിസിറ്റേഴ്സിന് അവർക്കത് മനസ്സിലായി, അത് ദൈവമാർ, അതുകൊണ്ട് ദൈവത്തിന്റെ ആൾക്കാരാണ് അത് വന്നത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി എന്തുവാണ് സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്തിനാണ് ഉള്ളിൽ ചിരിക്കുന്നത്, ദൈവത്തിനും കഷ്ടപ്പാടായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഉള്ളിൽ പോകുന്ന ചിന്തകൾ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ വൈഫ് അറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ മക്കൾ അറിയത്തില്ല, പേരൻസും അറിയത്തില്ലായിരിക്കും, ചർച്ചിലുള്ളവരും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മളുടെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോയാലും ഇതൊക്കെയും അറിയുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ ദൈവം മാത്രം. ആ ദൈവത്തിനെ നമുക്ക് ഫൂളാക്കാനോ ദൈവത്തിനെ നമുക്ക് പറ്റിക്കാനോ ദൈവത്തെ ഒന്നും മറച്ചു വെക്കാനോ ഒന്നും സാധിക്കത്തില്ല. നമ്മൾ ഇരുട്ടിട്ട മുറിയിൽ നമ്മൾ പാപം ചെയ്യുന്ന പറഞ്ഞാൽ അതുപോലും ദൈവത്തിന് നല്ല വെട്ടത്തിരുന്ന് കാണുന്ന ദൈവത്തിന് കാണാൻ പറ്റും.
അതുകൊണ്ട് ദൈവത്തെ അടുത്ത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ളവരായിട്ട് ബന്ധത്തിലും പ്രത്യേകിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആരെയും ദൈവത്തെ ഫൂൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 21 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും താൻ എടുത്ത തീരുമാനത്തിന്റെ റിഗ്രറ്റ് താൻ ശരിക്കും അവിടെ ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം 21 അധ്യായത്തിന് മുമ്പ് എത്തുമ്പോൾ ഐസക്ക് ജനിച്ചു. ഐസക്ക് ഒരു 2-3 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇസ്മായേല് ഒരു പരിഹാസിയായി തന്നെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ എത്തിച്ചു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ തെറ്റിന്റെ കോൺസിക്വൻസ് നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇവിടെ എത്തിയപ്പോൾ ആ സെയിം പ്രശ്നം തന്നെ തനിക്കുണ്ടായി. തനിക്കൊരു കുഞ്ഞുണ്ടായി. താൻ ഇത്രയും പ്രായമായിരിക്കുന്ന സമയത്ത് തനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ തന്റെ മെയ്ഡിന്റെ മകനിലൂടെ തനിക്ക് പരിഹാസം ഉണ്ടാകാൻ ഇടയായി തീർന്നു. തനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ദേഷ്യവും വന്ന ഒരു അവസ്ഥയിലേക്ക് താൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായി തീർന്നു. അപ്പോഴും ചിന്തിച്ചാണ് ദൈവം ഏത് സമയത്താണ് എനിക്ക് ആ സമയത്ത് തീരുമാനം എടുക്കാൻ തോന്നുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത തന്റെ മനസ്സിൽ ആ സമയത്ത് വന്നായിരിക്കാം. കാരണം ഒടുവിൽ താൻ തന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഈ ജോലിക്കാരിയും ആ മകനെ അവിടെ ഇറക്കി വിടാനെന്നും പറഞ്ഞുകൊണ്ട് അബ്രഹാമിന് അത് ഭയങ്കര സങ്കടമായി. കാരണം അബ്രഹാമിന്റെ മകനാണ് ഇഷ്മായേൽ എന്നുള്ളത്. അപ്പം തന്റെ മകനെ പുറത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് തനിക്കും അതൊരു സങ്കടമുള്ള കാര്യം. പക്ഷെ എന്നാൽ ദൈവം പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ വിടുകയായിരുന്നു. ദൈവം പ്രോമിസും കൊടുത്തു, ഞാൻ നശിപ്പിക്കത്തില്ല, പക്ഷെ ഈ ഇസ്മായേലിനെ ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റും, നിന്നെ മൂലം ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം അവിടെ പറയാനായിട്ടിടയായിട്ടുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം അറബ് നേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരൊക്കെ എന്തുമാത്രം പ്രോസ്പെക്റ്റിലൊക്കെയാണ്. വേൾഡ്ലി നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രോസ്പെക്റ്റിലാണ് അവർ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ അബ്രഹാമിനോട് അന്ന് ദൈവം കൊടുത്ത പ്രോമിസ് ദൈവം അവരോട് അത് ഇന്നും കാണിക്കുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ തനിക്ക് അവിടെ വെച്ച് ആ ഒരവസ്ഥയിൽ തനിക്ക് പിന്നെയും സങ്കടവും, തനിക്ക് സാറയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ തനിക്ക് അവിടെ ആ ഒരവസ്ഥയിൽ തനിക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ സാറ പിന്നീട് നമ്മൾ കാണുമ്പോൾ സാറയുടെ മരണമാണ് നമ്മളവിടെ പിന്നീട് കാണുന്നത്. 23-ാം അധ്യായത്തിൽ സാറയുടെ മരണമാണ്. സാറ 127 വർഷം തനിക്ക് താൻ ജീവിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു. ബൈബിൾ നോക്കുമ്പോൾ തന്നെ ഈ ആയുസ് പറഞ്ഞില്ലേ, എത്ര വർഷം ജീവിച്ചു എന്ന ആയുസ് പറഞ്ഞില്ലേ, സ്ത്രീകളുടെ ആയുസ് പറഞ്ഞത് സാറയ്ക്ക് മാത്രമേ. ബാക്കിയുള്ള സ്ത്രീകളിലൊക്കെ എത്ര വർഷം ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ എത്ര വയസ്സിൽ അവർ മരിച്ചു പോയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ സാറയ്ക്ക് മാത്രമായിട്ട് സാറയുടെ ജീവൻ നോക്കും, ജീവിതം മാത്രം കൊള്ളു, എത്ര നാൾ ജീവിച്ചു എന്ന് മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. അപ്പോൾ സാറയുടെ ജീവിതം നമ്മൾ സമ്മറൈസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അനുസരിക്കാനായിട്ട് എപ്പോഴും ഒരുക്കമുള്ള ഒരു മനസ്സായിരുന്നു സാറയുടെ മനസ്സെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം താൻ അത്രയും നാൾ, താൻ 65 വർഷം താൻ ജീവിച്ചിരുന്ന ആ സ്ഥലം അത് വിട്ടിട്ടാണ് താൻ പുതിയൊരു സ്ഥലത്തേക്ക് താൻ അവിടെ മാറിയത്. താൻ എങ്ങോട്ടാ പോകട്ടെന്ന് കൃത്യമായിട്ട് ഐഡിയ ഇല്ല. അവർക്ക് ഇങ്ങനെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറി യാത്ര ചെയ്ത് അങ്ങ് പോയി, ദൈവം പറയുന്നത് കേട്ട് അങ്ങ് പോകുന്ന ഒരവസ്ഥ ആയിരുന്നു അവരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ, കണ്ണും അടച്ച് ദൈവത്തെ അനുസരിക്കുവാനായിട്ട്, ദൈവത്തെ വിശ്വസിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിൽ താൻ വളരെ വിശ്വസ്തയായിരുന്നു എന്നുള്ളത്. കാരണം തന്നെ അബ്രഹാമിനെ വഞ്ചിക്കാൻ ഒന്നും താൻ അവിടെ ചെയ്തില്ല. താൻ ആ 2 കൊട്ടാരങ്ങളിൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ, അബീമേലെക്കിന്റെ കൊട്ടാരത്തിലും താൻ അവിടെ പോകാനായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് പോലും ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്തു. അത് മാത്രമല്ല, താനും തൻ്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാനായിട്ട് താൻ അവിടെ ചെയ്തില്ല. താൻ തൻ്റെ ഹസ്ബൻഡിനോട് 100% താൻ നീതി പുലർത്തി, താൻ വിശ്വസ്തത പുലർത്തി എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താൻ ദൈവത്തെ ആശ്രയിച്ച് താൻ ജീവിച്ചു. ദൈവന്മാർ പ്രോമിസ് കൊടുത്തു, നിങ്ങൾക്ക് മകൻ ഉണ്ടാകും എന്നുള്ള പ്രോമിസ് കൊടുത്തപ്പോൾ താൻ 11 വർഷം, അത് കഴിഞ്ഞപ്പോൾ താൻ ആ വീഴ്ച തനിക്ക് സംഭവിച്ചു. എന്നാൽ കൂടി 11 വർഷം താൻ അവിടെ അതിനായിട്ട് താൻ അവിടെ ക്ഷമയോടെ താൻ കാത്തിരുന്നു. അത് വലിയൊരു ഒരു മാതൃക തന്നെയാണ്. അത് തെറ്റിപ്പോയി, ശരിയാ. 11 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ക്ഷമ നശിച്ച തെറ്റൊക്കെ സംഭവിച്ചു. അത് മാറ്റി വെച്ചാൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ
അത്രയും നാള് താൻ അവിടെ കാത്തിരുന്നു, താൻ ക്ഷമയോടെ താൻ അവിടെ കാത്തിരുന്നു. നമുക്ക് പലപ്പോഴും അത്രയും കാത്തിരിക്കുന്ന ക്ഷമ നമുക്ക് പലപ്പോഴും ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ദൈവത്തിന്റെ പ്ലാനിനിടയിലേക്ക് നമ്മുടെ പ്ലാൻ ഇടയ്ക്ക് കയറ്റരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഈസി ആക്കി കൊടുക്കരുത്. ദൈവം ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്ത് തീർക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ചെറിയ ഷോർട്ട് സൈറ്റഡിൽ അല്ലെങ്കിൽ ചെറിയ കാഴ്ചപ്പാടിൽ നമ്മൾ നല്ല തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അത് ഒടുവിലെ പ്രശ്നങ്ങളാകത്തേ അതിലൂടെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെയുള്ള പരിണത ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിൽ ചില പരിണത ഫലങ്ങൾ നമ്മൾക്ക് വർഷങ്ങളോളം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാനിലേക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പ്ലാൻ ഒന്നും ഇടയ്ക്ക് കയറ്റരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അതിഥി സൽക്കാരത്തെ പറ്റി നമ്മൾ കണ്ടു. അതിഥി സൽക്കാരം കൊടുക്കുമ്പോൾ ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവർ നമ്മളെക്കാളും വലുതാക്കി നമ്മൾ അവരോട് ട്രീറ്റ് ചെയ്യണം, നമ്മൾ അവരോട് പെരുമാറണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതായിരുന്നു അവർ ചെയ്തത്. ആ 3 വിസിറ്റേഴ്സ് വന്നപ്പോൾ അവരെ ഈ അബ്രഹാമിനെ സാറയേക്കാൾ അവരെക്കാളും വലിയവരാണ് അവര് എന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു രീതിയിൽ അവരോട് സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള അതിഥി സൽക്കാരമാണ് ദൈവം നമ്മളിൽ നിന്നും ആദരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മളെക്കാളും വലുതാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക. അവസാനമായിട്ട് ദൈവം നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ ഫൂളാക്കാൻ പറ്റത്തില്ല, നമുക്ക് ദൈവത്തിന്റെ അടുത്തുനിന്ന് മറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് ബാക്കി എല്ലാവരും നമുക്ക് ഫുള്ളാക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാതിരിക്കാൻ പറ്റുമായിരിക്കും, നമ്മുടെ വൈഫിനോട് പറയാതിരിക്കാൻ പറ്റുമായിരിക്കും, പേരൻസിനോട് പറയാതിരിക്കാൻ പറ്റുമായിരിക്കും, ചർച്ചയുള്ളവരോട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് പറ്റിക്കാനോ ദൈവത്തെ ഫൂളാക്കാനോ നമുക്ക് പറ്റത്തില്ല. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരുട്ടത്തിരുന്ന് പാപം ചെയ്താൽ പോലും ദൈവം നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഫൂൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതായിരുന്നു ഇവിടെ സാറയ്ക്ക് അതാണ് സംഭവിച്ചു. തൻ്റെ ഉള്ളിൽ തന്നെ ചിന്തിച്ചു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് താൻ പരിഹസിച്ച് താൻ ചിരിച്ചു. പക്ഷെ അവിടെ ഉള്ള ദൈവത്തിന്റെ ഏഞ്ചൽസ് അവർക്ക് മനസ്സിലായി ഇതുപോലെ ഇങ്ങനെ പറ്റിക്കാൻ ദൈവത്തിന് കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തെ പറ്റിക്കാനും പറ്റുകയില്ല. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് സാറയുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് രണ്ടും നമുക്കത് പ്രാക്ടിക്കലായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് ചെയ്യുവാനായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാനായിട്ടും നമ്മളെ സഹായിക്കട്ടെ. കാരണം ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് രണ്ടും തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യുവാനായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലരുടെ എക്സ്പീരിയൻസിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കാനുമായിട്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ